നീണ്ട 3 മാസങ്ങൾക്ക് ശേഷം മോൻ്റെ മുടി വെട്ടാൻ വേണ്ടി പോവാണ്. 3 മാസമായി മോൻ്റെ മുടി വെട്ടിയിട്ടൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ മുടിൻ്റെ മേലേക്ക് ഞാൻ കക്കി നിൽക്കലുള്ളൂ. ഇതിപ്പോൾ മോൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും മുടിയൊക്കെ വെട്ടി കുറച്ച് സുന്ദരനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോവാണ്. ആദ്യം പറഞ്ഞിട്ട് മുടി വെട്ടാൻ പോവാണ്, എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നൊക്കെ. ഇക്കാണെങ്കിൽ ഓരോരോ മുടിൻ്റെ മോഡലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇപ്പം ഞാൻ നോക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. അപ്പം എനിക്ക് കാണിച്ചു തന്നിട്ടില്ലേ, നോക്കാനും നിന്നിട്ടില്ല. ഞങ്ങൾ വന്ന സമയത്ത് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, ഒരു മുടി വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇക്കാക്കി മോനും കൂടി ഇരുന്ന് ആദ്യം മോൻ ഒറ്റയ്ക്ക് ഇരുത്താൻ വേണ്ടി നോക്കിയപ്പോൾ നടന്നില്ല. മുടി വെട്ടാൻ വേണ്ടി ഇരുന്നപ്പോൾ ഉള്ള കരിച്ചിലേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് കരിയാൻ നിന്നിട്ട് കൂടി വന്നാൽ ഒരു 5 മിനിറ്റ് വരെ കരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പം വലിയൊരു കുഴപ്പമില്ല നോക്കി അങ്ങനെ ഇരുന്ന്. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെ ആ ഫോണിൽ കണ്ട് സെയിം മോഡൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ടോ എൻ്റെ മുടി. എന്തായാലും ഇതേപോലെയാണെങ്കിൽ കാക്ക അടുത്ത ദിവസം വെട്ടാൻ വേണ്ടി പോകുന്നത് വാപ്പി മോനിന്ന് ഹെയർ കോഡാക്കാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ പിന്നെ ഹെയർ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞൊന്ന് വൃത്തിയൊക്കെ ഫൈനൽ ലുക്കാട്ടോ ഇത്. അങ്ങനെ പിന്നെ ഹെയർ കട്ടൊക്കെ ചെയ്ത് നേരെ മസാലപ്പീടിയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടേനു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ തന്നെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്.